അതങ്ങനെ മാരക മഹാവ്യാധികളെന്നല്ല ഏത് ആകാശം ഇടിഞ്ഞു വീണാലും 5 വർഷം മാറ്റിപ്പണിയുന്ന രാഷ്ട്രീയ പ്രതിഷ്ഠ എന്നത് കേരളത്തിന്റെ മാറ്റമില്ലാ ശീലമെന്നായിരുന്നു അതുവരെ ധാരണ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തമ്പടിച്ച വർഷങ്ങളാണ്. എക്സ്പോസിംഗ്, അഴിമതി, വാർത്താസമ്മേളന പരമ്പരകൾ, RC, ഭാവി ക്യാബിനറ്റും സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി കസേരയിൽ മുഹൂർത്തം കുറിക്കാൻ പോയ വഴിക്കാണ് വെള്ളടി വെട്ടിയ രാഷ്ട്രീയാഘാതം. ലക്ഷണമൊത്ത തുടർഭരണം നടാടെയാണ് ചരിത്രത്തിലാദ്യം. ആ പിണറായി വിജയൻ മിന്നൽ പിണറായ കാലം, കോട്ടകൾ ചെങ്കോട്ടകൾ നെടുംകോട്ടകളായി മാറിയ ഒരു ചുവപ്പൻ പ്രതാപകാലം, ഓരോ UDF പ്രവർത്തകനും തെരുവിൽ തുണിയുരിയും മട്ടിൽ നാണംകെട്ട കാലമാണ്. രാഷ്ട്രീയ നാശകാലം അവർക്കെങ്കിലും മറക്കാവുന്നതാണോ? തോൽപ്പിക്കാനാവാത്ത കരുത്താണ് ഇൻവിൻസിബിൾ പിണറായി എന്ന അസാധ്യ കോൺഫിഡൻസ് സർക്കാരിനോട് ആ 40 അംഗ ന്യൂന സംഘം ദിക്കറിയാത്ത നാൽക്കവലയിൽ എങ്ങോട്ടെന്നറിയാത്ത ശ്വാസം മുട്ടിയതാണ്. ഒന്നു ഗ്രൂപ്പിന്റെ പെഡിഗ്രി ഇല്ലാത്തവൻ, രാഷ്ട്രീയ ഗോഡ് ഫാദർ ഇല്ലാത്തവൻ, ഒറ്റക്കൊരുത്തൻ വാക്കുകളുടെ തീക്കാറ്റിൽ കേരളം പിന്നെ കണ്ടത് ആ ചെറിയ സംഘം മഹാസംഘം സമരസംഘമായതാണ്. വീഡിയോ ലീഡറായ പരകായ പ്രവേശം, പൊളിറ്റിക്കൽ റിസറക്ഷൻ, ഉയർപ്പിന്റെ അപാരത. തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, നിലമ്പൂരിൽ, പാലക്കാടൻ കരിമ്പനകളിൽ, ലോക്കൽ ബോഡി, ലോക്സഭയിൽ എണ്ണം പറഞ്ഞ വിജയങ്ങൾ